പൊന്നാനി കുണ്ടുകടവ് പാലം അടച്ചു. ഇതോടെ പാലത്തിന്റെ റീടൈനിംഗ് മതിൽ നിർമ്മാണം ആരംഭിച്ചു. ഒരു മാസം സംസ്ഥാന പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവർത്തികൾ നടത്തുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടല്ല നമ്മളെ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അത് ശരിയാവട്ടെ. എത്രയും പെട്ടെന്ന് ഒരു മാസം നമ്മൾ അനിയത്തി ഗുരുവായൂരിന് വന്നാണ്, അവർക്ക് പോകാൻ വേണ്ടി സാറില്ല, നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് കുറച്ച് പോവാം. ജനങ്ങൾ ബുദ്ധിമുട്ടല്ലേ, അപ്പം ഞങ്ങള് ഗൈഡും ബസ്സുകാരെ ചാർജ് വാങ്ങിയിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുവരും. യാത്ര ഞാൻ ടൈമിന് എത്താനും പറ്റുന്നില്ല. കണ്ടില്ലേ, സുഖമില്ലാത്തവരും പൊന്നാനിയെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കുണ്ടുകടവിൽ നിർമ്മിക്കുന്ന പുതിയ പാലം നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നു. പാലത്തിന്റെ റീടൈനിംഗ് മതിലിന്റെ നിർമ്മാണം ആരംഭിച്ചു. നിലവിലെ പാലത്തിന്റെ ഇരുഭാഗത്തെയും റീടൈനിംഗ് മതിൽ 7 മീറ്റർ ഉയർത്തി നിർമ്മിക്കുന്ന പ്രവർത്തികൾക്കാണ് ചൊവ്വാഴ്ച മുതൽ തുടക്കമായത്. ഇരുഭാഗത്തെയും 8 സ്ലാബുകളിൽ 6 സ്ലാബുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. പാലത്തിന്റെ മധ്യഭാഗത്തെ 2 സ്ലാബുകൾ മാത്രമാണ് ഇനി സ്ഥാപിക്കാനുള്ളത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി നിലവിലെ റോഡ് കട്ട് ചെയ്യേണ്ടി വരുന്നതിനാൽ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനായി പാലത്തിലൂടെയുള്ള ഗതാഗതം ഒരു മാസത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത്. അവരാണെങ്കിൽ ഫുൾ എമൗണ്ട് 10 രൂപക്കാണ് വാങ്ങണേ, കൺസെഷൻ പോലും തരുന്നില്ല. കാരണം ടൈമിന് എത്താനും പറ്റണില്ല. ബസ്സിന്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. പാലത്തിന്റെ അവിടെ നിന്ന് നടന്നിട്ട് അടുപ്പി വരുന്നത്. ഇനി അവിടുന്ന് ബസ് കിട്ടിയിട്ട് വേണം നമ്മളവിടെ പോകണമെങ്കിൽ. നമ്മളെ സമയം പോവുകയാണ്. നമ്മളെ സുഖമില്ലാത്തവരും മറ്റുള്ളവരും ഇപ്പോൾ സൈക്കിൾ കൂടി വിടാൻ സമ്മതിക്കണില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. റീടൈനിംഗ് മതിലിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ഉടൻ പാലത്തിന്റെ മധ്യഭാഗത്ത് ഫെൻഡർ പൈൽ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ നടത്തും. നിലവിലെ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തായി 227 മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 29.3 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മാണം. നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയുണ്ടാകും. 7.5 മീറ്റർ ഗതാഗതത്തിനും 1.5 മീറ്റർ വീതിയിലും നടപ്പാതകൾ ഇരുഭാഗത്തും നിർമ്മിക്കും. നിലവിലെ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഇരുവശത്തേക്കും അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കും. 210 മീറ്ററാണ് ഇരുവശത്തേക്കുമായി അപ്രോച്ച് റോഡിന്റെ നീളം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. NCV ന്യൂസ് പൊന്നാനി.